പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു അവസരം കൂടി ഈ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൻ്റെ 10 സാദൃശ്യങ്ങൾ എന്ന കാര്യമാണ്. ദൈവവചനത്തിൻ്റെ 10 സാദൃശ്യങ്ങൾ. വലിയ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ലെങ്കിലും സമയം എടുക്കുമല്ലോ. ഞാൻ അതിൻ്റെ പോയിന്റുകൾ മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന ഈ വചനത്തിൻ്റെ സാദൃശ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശ്രേഷ്ഠത മാഹാത്മ്യം മനസ്സിലാക്കി ദൈവവചനത്തോട് കൂടുതൽ കൂറുള്ളവരായി തീരുവാൻ അത് ഉപകരിക്കും എന്ന് ഞാൻ ആശിക്കുക. അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ 10 സാദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസിൻ്റെ തലക്കെട്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കർത്താവ് വിധിക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ആ ഒരു കാര്യം, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിധിക്കുന്നവൻ വചനം വിതയ്ക്കുന്നു, വിധിക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് ഈ വചനമാണ്. ആരെങ്കിലുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ കൊടുക്കുവാൻ കഴിയണം. കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തിരുവചനത്തിലൂടെയാണ്. കാരണം അവിടുന്ന് വചനമാണ്. അപ്പം നമ്മളൊരു വ്യക്തിക്ക് വചനം കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ജീവനും ആത്മാവുമാണ്. കാരണം യോഹന്നാൻ 6:63 കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകും. അപ്പം ഈ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കണമെങ്കിൽ എന്താണ്? അവർക്ക് വചനം കേൾക്കണം. കാരണം വചന കേൾവിയിലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം വരുമ്പോഴാണ് അവർ കർത്താവിനെ സ്വീകരിക്കാനിടയാകുന്നത്. ഇതിനെല്ലാം കാരണം വചനമാണ്. കാരണം നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, ആ യഥാർത്ഥ വിത്ത്, ആ ബീജം, അതിൽ നമ്മൾ വീണ്ടും ജനിച്ചാൽ അവർ നിത്യം നിലനിൽക്കും എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുതന്നെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലും യാക്കോബും പറയുന്നുണ്ട്, വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വചനത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. പൗലോസ്യരുടെ ഭാഷയിൽ 1 കൊരിന്ത്യർ 4:15 സുവിശേഷത്താൽ ഞാൻ നിങ്ങളെ ജനിപ്പിച്ചു എന്ന്. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് തന്നെയാണ് വചനം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ഈ നമുക്കറിയാമല്ലോ, ദൈവം ഏറ്റവും അധികം ദൈവം മാനിക്കുന്നത് വചനത്തെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം 138-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, തൻ്റെ നാമത്തേക്കാൾ അധികം വചനത്തിന് താൻ മഹത്വം കൊടുത്തിരിക്കുന്ന. അപ്പോൾ വചനത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. ദൈവവചനത്തിന് എത്രമാത്രം മഹത്വം കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പഠിക്കാനും അത് ധ്യാനിക്കാനും അതിൽ സന്തോഷിക്കാനും ഒക്കെ എന്തുമാത്രം ഉത്സാഹം കാണണം. ഈവൻ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുമ്പോഴത്തേക്കും 2 തിമോത്തി 4:2 എന്താ പറയുന്നത്? വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ വചനം പറയുവാനുള്ള ഒരുക്കം ഒരു ദൈവത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്താൽ ഐക്യപ്പെട്ടവൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് ഇത് പറയുകയുണ്ടായി. നമുക്ക് യോഹന്നാൻ 3:34-ാം വാക്യം അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു.
ദൈവം അയച്ചവൻ. അപ്പോൾ ദൈവം അയക്കുന്നവന് ദൈവം തന്റെ വചനം കൊടുത്ത് അയക്കുന്നേ. അതുകൊണ്ടല്ലേ പിതാവിനോട് കർത്താവ് പറഞ്ഞില്ലേ, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. അപ്പോൾ പിതാവ് പുത്രനെ അയച്ചപ്പോൾ വചനവുമായിട്ട് അയച്ചു. യോഹന്നാൻ 17-ാം അധ്യായം നിങ്ങൾക്കെല്ലാവർക്കും നല്ല സുപരിചിതമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വചനം എന്നുള്ളത് എന്താണ്? അതൊരു വിത്താണ്. അപ്പോൾ ഈ വചനമെന്ന വിത്ത് എവിടെ വീണാലും അത് നശിക്കില്ല. ഇത് കെടാത്ത ബീജമെന്നാണ് നമ്മൾ പത്രോസിൽ വായിച്ചത്. അപ്പോൾ നമുക്ക് ഈ വചനത്തെ അതിൻ്റെ ഒരു സാദൃശ്യം പറഞ്ഞിരിക്കുന്നത് അത് ഒരു വിത്താണ്. അത് യഥാർത്ഥം നശിച്ചു പോകാത്ത, കെട്ടുപോകാത്ത ഒരു ബീജമാണെന്ന്. അപ്പോൾ വചനത്തിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവവചനം പറയുന്നതിൽ നമുക്ക് എത്രമാത്രം സന്തോഷം വേണം, എത്രമാത്രം നമ്മൾ ഉത്സാഹിക്കണം. നമുക്കിന്ന് ആ ഉത്സാഹമുണ്ടോ? മറ്റുള്ളതെല്ലാം വ്യർത്ഥമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ആരെ കണ്ടാലും അവരോട് വചനം പറയുവാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ സാദൃശ്യം വചനത്തെ പാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാല്. നമ്മൾ വളരെ ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന് എന്താ ആവശ്യം? ആദ്യം ആവശ്യമായിരിക്കുന്നത് പാലാ. അപ്പോൾ ഇതിനെ പാലായി നമ്മൾ കൈക്കൊള്ളണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. 1 പത്രോസ് 2:2. ശ്രദ്ധിക്കണേ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പോൾ ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, കാരണം അതിന് എപ്പോഴും പാല് വേണം. അപ്പോൾ എന്നാൽ നമ്മൾ എപ്പോഴും ശിശുവായിരുന്നാൽ പോരാ, നമ്മൾ വളരണം. വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? ആഹാരം വേണം. ഇതിനെ ആഹാരമായിട്ട് നമുക്ക് കണ്ടെത്തി ഭക്ഷിക്കുവാൻ കഴിയണം. നമ്മൾ ഇരിമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇരിമ്യാ പറയുന്നത്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇത് ഭക്ഷണമായിട്ട് എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തൊരു തമാശയല്ലേ. 40 വയസ്സുള്ള ഒരു വ്യക്തി ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ കൊച്ചു കുട്ടികൾ കുടിക്കുന്ന പോലെ ബോട്ടിലിനകത്ത് ഇങ്ങനെ പാല് കുടിക്കുന്നത് കണ്ടാൽ, ഞം 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 എന്ന് കുടിക്കുന്നത് കണ്ടാൽ അത് എന്തൊരു ഹാസ്യമായിരിക്കും. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കൊരിന്ത് സഭയിലെ വിശ്വാസികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് പാലാണ് കൊടുത്തതെന്ന് 1 കൊരിന്ത്യർ 3:1-2 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അതേ അനുഭവം എബ്രായ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു എന്ന് എബ്രായർ 5-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയും. ദൈവമക്കളെ, നമുക്ക് യഥാർത്ഥമായിട്ടും ഇന്ന് നമ്മുടെ സമയത്തിനനുസൃതമായ ഒരു വളർച്ചയുണ്ടായിട്ട് ഈ വചനമെന്ന പാല് കുടിച്ച് രക്ഷയ്ക്കായി വളരുവാൻ എന്ന് പറയാൻ, നമ്മുടെ ദേഹീയ രക്ഷയിൽ വളർന്നുകൊണ്ട് ക്രിസ്ത്യാനുരൂപരായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഭക്ഷണമായിട്ട് കാണുന്ന ഒരു അനുഭവം വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജയാളിയായിട്ട് തീരാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ രഹസ്യം താൻ ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ, ഈ ലോകത്തിലെ മറ്റേതൊരു വസ്തുവിനേക്കാൾ അല്ലെങ്കിൽ ആഹാരത്തെക്കാൾ അധികം പ്രാധാന്യം ഇയ്യോബ് പറയുന്നത് ഞാൻ വചനത്തിന് കൊടുത്തെന്നാണ്. ഇയ്യോബ് 23:12. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ഇതിന് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമുക്കുണ്ടോ? അപ്പോൾ നമുക്ക് ദാഹജലമായിട്ടും നമ്മുടെ ആഹാരമായിട്ടും ഒക്കെ നമ്മൾ അനുഭവമാക്കേണ്ടത് ദൈവവചനമാണ്. അപ്പം ഇവിടെ ദൈവവചനത്തെ പാലായിട്ടും ആഹാരമായിട്ടുമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സാദൃശ്യം. മൂന്നാമത്തെ സാദൃശ്യം, ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന ശുദ്ധി ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സഭ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിനൊരു ശുദ്ധീകരണം നടക്കണം. അപ്പം ആ ശുദ്ധീകരണം നടക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഈ വചനമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ വചനവുമായിട്ട് എന്തുമാത്രം അടുത്ത ബന്ധമുണ്ടായിരിക്കണം. ഒരു യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഈ വചനവുമായിട്ട് നമുക്ക് എന്ത് ബന്ധമുണ്ടായിരിക്കണം. കാരണം സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം
26, 27 വാക്യങ്ങൾ നിങ്ങൾക്കറിയാം. സഭയെ കറയും ചുളുക്കമൊന്നും ഇല്ലാതെ അവളെ നിർമ്മലയായി, അവളെ വിശുദ്ധിയായി തന്റെ മുമ്പിൽ നിർത്തുവാൻ അതിനുവേണ്ടിയാണ് അവർക്ക് വേണ്ടി കൊടുത്തത്. എങ്ങനെയാണ്? ഈ വചന എന്ന ജലസ്നാനത്താൽ. നോക്കണം, ഈ വചനം എന്ന ജലസ്നാനത്താൽ. ഈ വചനം നമ്മൾ കേൾക്കും തോറും നമ്മളിൽ ശുദ്ധീകരണ പ്രക്രിയകൾ, അശുദ്ധികൾ മാറി വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാവും. അതുകൊണ്ടല്ലേ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. അപ്പൊ ഈ വചനത്തിന് നമ്മെ കഴുകുവാൻ കഴിയും, ശുദ്ധീകരിക്കുവാൻ കഴിയും. അത് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിലും അവിടെ കർത്താവ് പിതാവിനോട് പറയുന്നുണ്ട്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം തന്നെ. അപ്പോൾ എല്ലാ ദൈവമക്കൾക്കും ഓരോ ദിവസവും ഈ വചനത്താലുള്ള കഴുകൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ഈ ലോക ജീവിതയാത്രയിൽ നമുക്കറിയാം, ഒരു ഒരു എന്താ പറയുന്നത്, ജവാൻ അല്ലെങ്കിൽ യുവാവ് അവനെ തന്നെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയൊന്ന് ചോദ്യം 119-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിലുണ്ട്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ഒരു വ്യക്തിക്ക് നിർമ്മലനായി അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? വചനപ്രകാരം അതിനെ സൂക്ഷിക്കുമ്പോൾ. എത്ര വലിയ കാര്യമാണ്! ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 119-ന്റെ 11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്! ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിന്റെ വചനം ധാരാളമായി വസിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധ ജീവിതത്തിന് അത് അനിവാര്യമാണ്. ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. അപ്പം ഈ വചനത്താലുള്ള കഴുകൽ നമുക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ വചനം ധാരാളമായി കേൾക്കുവാൻ, ആ വചനം വായിക്കുവാൻ, അതിലൂടെ ഒരു ശുദ്ധീകരണം ഓരോ ദിവസവും നടക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ? വളരെ വ്യക്തമായിട്ടും നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ദൈവമക്കളെ, ദൈവവചനവുമായിട്ട് നമുക്ക് എത്രമാത്രം കൃത്യമായ ഒരു ഇടപെടലുണ്ടായിരിക്കണം. 4-മത്തെ കാര്യം, ഈ വചനത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഈ വചനം ആണ് നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് പ്രകാശം തരുന്ന വിളക്ക്. ഇത് വിളക്കാണ്. ഈ വെട്ടമില്ലാതെ നമുക്ക് ഈ ലോകയാത്രയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ ലോകം ഭയങ്കരമായ പാപാന്ധകാരത്തിലാണ്. നമ്മൾ നേരത്തെ അന്ധകാരത്തിലായിരുന്നു, നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അപ്പം ഈ അത്ഭുത പ്രകാശമായിരിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാം വാക്യത്തിൽ നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തെ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു വെളിച്ചം തരുന്ന വിളക്കിനോട്. മനസ്സിലാക്കണം. അപ്പോൾ ഈ വചനമാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആ വെളിച്ചം തരുന്നത്. അപ്പോൾ 4-മത്തെ കാര്യം, ഈ ദൈവത്തിന്റെ വചനം അത് വിളക്കാകുന്നു എന്നുള്ളതാണ്. 5-മത്തെ കാര്യം പിന്നെ ഇത് ആത്മാവിന്റെ വാളാകുന്നു എന്നുള്ളത്. ആത്മാവിന്റെ വാൾ. നോക്കുക, നമ്മൾ ഇന്ന് യുദ്ധക്കളത്തിലാണ്. നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ നോക്കുക. ഈ വാൾ ഇന്ന് നമ്മുടെ കൈവശമുണ്ടോ? ഈ വാളുകൊണ്ട് വേണം നമുക്ക് ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ. അത് ലോകപ്രകാരം ഏതെങ്കിലും ഉള്ള ഒരു ആയുധം എടുത്തുകൊണ്ടല്ല. അപ്പോൾ ഈ ദൈവത്തിന്റെ ഈ വചനമെന്ന വാൾ അതെടുത്ത് വേണം നമ്മൾ പോരാടുവാൻ. എത്ര വലിയ കാര്യമാണ്! ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ
നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ പരീക്ഷകൻ കൊണ്ടുവന്ന ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നറിയാമോ? ആദ്യത്തെ പരീക്ഷ നീ ദൈവപുത്രനെങ്കിൽ അതിനാ നീ ദൈവപുത്രനല്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കുക, ഈ കല്ല് അത് അപ്പമായി തീരുമെന്ന് പറഞ്ഞു. കാരണം എന്നാ അറിയോ? അതിന്റെ 3-ാം അധ്യായം മത്തായി 3:17 സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു. പിതാവ് ഒരു സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗം സാക്ഷിച്ച ആ സാക്ഷ്യവചനത്തെ സംശയിപ്പിക്കുവാൻ ഇവിടെ പിശാച് കടന്നു വന്നിരിക്കുക. നീ ദൈവപുത്രനല്ലേ, എന്നാ പിന്നെ ഈ കല്ലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പമായി തീരെയല്ലേ, നീ എന്തിനാ ഇങ്ങനെ വിശന്ന് പിന്നെ കഷ്ടപ്പെടുന്നേ? നോക്കണം, അവസരോചിതമായിട്ട് ഏത് സമയത്ത് എങ്ങനെ വഞ്ചിക്കാമെന്ന് തക്കം നോക്കിയിരുന്ന പിശാച് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് പറയുക, നീ ദൈവപുത്രനാണെങ്കിൽ മത്തായി 4:3 നീ പറഞ്ഞേ. അപ്പോൾ കർത്താവിന് കൊടുത്ത ഉത്തരം എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു. നോക്കുക, ദൈവവചനത്താലാണ് കർത്താവ് ശത്രുവിനെ ജയിച്ചത്. ഓരോ സ്ഥലത്തും എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു. നോക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശത്രുവിനെ നേരിടുവാനുള്ള ആയുധം ഈ വചനമെന്ന വാളാണ്. കർത്താവിൻ്റെ ഒടുക്കത്തെ പരീക്ഷ എന്നാണെന്നറിയോ? ആദ്യ പരീക്ഷ ദൈവപുത്രനാണോ എന്ന് സംശയം ജനിപ്പിക്കുവാനായിട്ടുള്ള പിശാചിന്റെ പരിശ്രമമായിരുന്നെങ്കിൽ കർത്താവിനോടുള്ള ഒടുക്കത്തെ പരീക്ഷയും അത് തന്നെയായിരുന്നു. എപ്പോഴാ? ക്രൂശിൽ കിടന്നപ്പോൾ. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 40-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ നീ ഇറങ്ങി വാ. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സംശയം ജനിപ്പിക്കുവാൻ അവൻ പരിശ്രമിക്കുക. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രു കൊണ്ടുവരുന്ന സംശയങ്ങളുടെ മേലും ഏത് അഗ്നിയിന്മേലും നമുക്ക് ജയം വരിക്കേണ്ടത് വചനത്താലാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ള ആ ബോധ്യം, ആ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. തിരുവചനം നന്നായി പഠിക്കണം. ദയവായി നിങ്ങളെ സഹായിക്കട്ടെ. 6-ാമത്തെ കാര്യം, ദഹിപ്പിക്കുന്ന അഗ്നിയും. അത് ആക്ച്വലി അത് രണ്ടായിട്ടാണ്. ഒന്ന് ദഹിപ്പിക്കുന്ന അഗ്നി, 7-ാമത്തെ കാര്യമായിട്ട് തകർക്കുന്ന ചുറ്റിക. ഇത് രണ്ടും യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ഒന്ന് അഗ്നിയായിട്ടും 2 ചുറ്റികയായിട്ടുമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അഗ്നി എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാത്തതിനെ എല്ലാം ദഹിപ്പിച്ചു കളയുന്നു. ചുറ്റിക എന്ത് ചെയ്യുന്നു? രൂപമില്ലാത്തതിനെയൊക്കെ രൂപപ്പെടുത്തുന്നു. അപ്പൊ ഈ വചനം ഈ 2 പ്രക്രിയയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ പിന്നെ ഇതിവിടെ 2 കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 2, അത് തകർക്കുന്ന ചുറ്റികയാണ്. അപ്പോൾ 7 കാര്യങ്ങളായി നിൽക്കുക. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. അഗ്നിയാണ്, അത് ചുറ്റികയാണ്. അപ്പോൾ 8-ാമത്തെ കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം തേനിനും നല്ലതെന്ന്. ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമീകൃതമായിരിക്കുന്ന ഒന്നാണ് തേൻ എന്നുള്ളത്. ഏത് രോഗിക്കും തേൻ ആസ്വദിച്ചാൽ കുഴപ്പമില്ല, അധികമാകാൻ പാടില്ലെന്ന് മാത്രം. തേൻ, അപ്പം ദൈവത്തിൻ്റെ വചനം തേനിലും നല്ലതെന്നാണ് 119-ന്റെ 103-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നല്ലതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഏറ്റവും നല്ലത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം തേനിലും നല്ലത്.
അപ്പോൾ ഇതിനേക്കാൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ മറ്റൊന്നില്ല. നമുക്ക് ഏതൊരവസ്ഥയിലും ഏറ്റവും ആസ്വാദ്യമായ ഒന്നുണ്ടെങ്കിൽ അത് തിരുവചനമാണ്. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇവിടെ. അങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ദുഃഖവേളയിലാണെങ്കിലും ഏത് പരിസ്ഥിതിയിലാണെങ്കിലും, പ്രതികൂലത്തിലോ കഷ്ടത്തിലോ നിരാശയിലോ, അവിടെയെല്ലാം നമുക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. ഏറ്റവും നല്ലത് ഈ ദൈവവചനം എവിടെ എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചമുണ്ടായിട്ടുണ്ട്, സന്തോഷമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വചനം തേനിലും നല്ലത്. 9 നമ്മളിപ്പോൾ കാണുന്നത് അത് പൊന്നിലും വിലയേറിയതെന്ന. പൊന്നിലും വിലയേറിയത് നമ്മൾ നോക്കണം. 119 സങ്കീർത്തനം 127, 19 സങ്കീർത്തനം 10 വാക്യം. ഈ ലോകത്തിലെ ആൾക്കാർ പൊന്നിന്റെ പിന്നാലെ എത്രമാത്രം ഓടുകയാണ്. ഇന്ന് തിരുവചനം പറയുന്നത് ഇത് പൊന്നിനേക്കാളും വിലയേറിയ, മുത്തുകളേക്കാളെല്ലാം വിലയേറിയതാണ്. ഇതിന് തക്ക വിലയുള്ളതായിട്ട് ലോകത്തൊന്നുമില്ല. ഏറ്റവും വിലയേറിയതാണ് അത്. പക്ഷേ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ള സത്യം. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കണം. ഇത്രമാത്രം വിലയേറിയ ഈ വചനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഇതിനെ വിലയേറിയതായി കാണുന്നുണ്ടോ? വളരെ വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. അത് പൊന്നിലും വെള്ളിയിലും അല്ല, മറ്റ് മുത്തുകളിലും എല്ലാം വിലയേറിയതായിട്ടാണ് തിരുവചനം പറയുന്നത്. അതിൻ്റെ 10ാമത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ വചനം ഒരു കണ്ണാടിയാണ്. ഈ വചനം ഒരു കണ്ണാടിയാണ്. അതിൻ്റെ സാദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ യഥാർത്ഥമായ രൂപം കാണണമെങ്കിൽ നമ്മളെല്ലാവരും കണ്ണാടി നോക്കുന്നവരാ. എന്തിനാ നോക്കുന്നേ? നമ്മളെ ഒന്ന് കാണുവാൻ. നമ്മുടെ ആ പുറം രൂപം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ തിരുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുന്നത്. നമ്മൾ തന്നെ തിരുത്തണം, കണ്ണാടി നമ്മളെ തിരുത്തുന്നില്ല. അപ്പോൾ ദൈവവചനമാകുന്ന ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഈ ദൈവവചനം എന്ത് ചെയ്യുന്നു? നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ തിരുത്തുവാൻ കഴിയും. നമുക്ക് എപ്പോഴും തിരുത്തുവാനുള്ളൊരു മനോഭാവത്തോടെ, ദൈവവചനം പറയുന്നത് അനുസരിക്കുവാനുള്ള ഒരു നല്ല സമർപ്പണത്തോടെ വേണം നമ്മൾ ഈ വചനം വായിക്കുവാൻ. വാസ്തവത്തിൽ നമ്മൾ വചനം വായിക്കുകയല്ല, വചനം നമ്മളെ വായിക്കുക. അതാണ് ശരിയായിട്ടുള്ള അനുഭവം. ആ അനുഭവമുള്ളൊരു വ്യക്തിക്ക് ഇത് എപ്പോഴും വളരെ ആസ്വാദ്യകരം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് കാണിക്കുന്നത്. ഇത് യാക്കോബ് 1-23 വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് തിരുവചനത്തിൻ്റെ ആ സാദൃശ്യങ്ങൾ. ഈ 10 സാദൃശ്യങ്ങളും അതിൻ്റെ മഹത്വവും നമ്മൾ ശരിയായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ദൈവവചനവുമായി കൂടുതലും, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പോലും ദൈവവചനത്തിനാണ് തൻ്റെ നാമത്തേക്കാളധികം മഹത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട്? നമ്മളത് ഒന്നുകൂടെ കാര്യഗൗരവമായി നമ്മൾ മനസ്സിലാക്കി ദൈവവചനവുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമായി തീരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആ 10 പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. 1ാമത്തെ കാര്യം, ഈ വചനം അത് വിത്താണ്. അത് നശിച്ചു പോകാത്ത, കെട്ടുപോകാത്ത ഒരു വിത്താണ്. 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമുക്ക് ആഹാരമായിട്ടും പാലായിട്ടും അല്ലെങ്കിൽ പാനീയമായിട്ടും ആഹാരമായിട്ടും കഴിക്കേണ്ട വസ്തുവാണ് ഈ ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ആത്മീയ മനുഷ്യൻ പുഷ്ടിപ്പെടുവാൻ ഈ വചനം എന്ന പാല് കുടിക്കണം, ഈ വചനം എന്ന ആഹാരം കഴിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനിരൂപരായി തീരുകയുള്ളൂ. നമ്മൾ എന്ത് തിന്നുന്നോ നമ്മൾ അങ്ങനെ ആയിത്തീരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ നമുക്ക് അത് വെള്ളമായും അത് നമുക്ക് ആഹാരമായും, എന്തിന് നമ്മുടെ ശ്വാസോച്ഛ്വാസമായിട്ട് പോലും നാം വചനത്തെ അനുഭവിക്കണം, ആസ്വദിക്കണം. അതൊരു ആത്മീയന് കഴിയും. 3ാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത് ശുദ്ധീകരിക്കുന്ന ജലമാണ്. നമ്മൾ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സെല്ലാം നമ്മൾ വീണ്ടും കഴുകുന്നു. നമ്മുടെ ജീവിതം എപ്പോഴും ഒരു കഴുകലിന് വിധേയപ്പെടണം. ആ കഴുകൽ ഈ വചനത്താലാണ്. ദൈവത്തിൻ്റെ വചനത്താലുള്ള കഴുകൽ, കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ
ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായിത്തീർന്ന നാം ഓരോ ദിവസവും ഈ വചനത്താൽ കഴുകൽ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യം. അങ്ങനെയൊരു അനുഭവം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് ഞാൻ പറഞ്ഞത് ഈ വചനം നമ്മുടെ ഒരു വിളക്കാണെന്ന്. ഇരുട്ടിൽ നമുക്ക് എന്ത് വേണം? വെളിച്ചം വേണം യാത്ര ചെയ്യുവാൻ. അപ്പോൾ ഈ ലോക യാത്രയ്ക്ക് നമുക്ക് ഒരേ ഒരു വെളിച്ചം, അത് വചനമാണ്. വചനം എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ യാത്രകൾ. അതുകൊണ്ട് ഈ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ വാക്യം എല്ലാവർക്കും അറിയാം, പക്ഷെ അവർ അതിനനുസരിച്ചല്ല ജീവിക്കുന്നത് മാത്രം. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. അഞ്ചാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഇത് ആത്മാവിൻ്റെ വാളാണ്. ആത്മാവിൻ്റെ വാൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ആത്മാവിൻ്റെ വാളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. നമുക്ക് യുദ്ധമുണ്ട്. അവിടെ നമ്മൾ പ്രയോഗിക്കേണ്ടത് ഈ വചനം എന്ന വാളെടുത്താണ്. വചനമാണ് നമ്മൾ പറയേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എഴുത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ആ വചനത്തിലൂടെ വേണം നമുക്ക്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഒരു മന്ത്രവാദിനിയായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, നിന്നെ പിടിച്ച് അവിടെ ഒരു ചാണകക്കുഴി കാണിച്ചിട്ട് പറയാണ്, ആ കുഴിയിലിട്ട് നിന്നെ 3 പ്രാവശ്യം ചവിട്ടുമെന്ന്. അപ്പോൾ അവർക്ക് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് വീണ്ടും ജനിച്ച് അധികം നാൾ ആയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉണർത്തി. ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, നിന്നിലുള്ളവനേക്കാൾ വലിയവൻ എന്നിലുണ്ട്. നോക്കണം. അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും ധാരാളമായിട്ട് എനിക്കറിയില്ല. എന്നാൽ 1 യോഹന്നാൻ 4:4 പിന്നീട് എനിക്ക് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇത് വചനം പറഞ്ഞപ്പോൾ വലിയ മരം വെട്ടി വീഴുന്ന പോലെ അവരവിടെ വീഴാനിടയായി. ഞാനൊന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നും ചെയ്തില്ല. പക്ഷെ ആ വചനം വെട്ടേറ്റു, അത് വീണു, അവർ രക്ഷിക്കപ്പെടുവാനിടയായി. നോക്കണം, അന്ന് വരെ അവർക്ക് വലിയൊരു ബന്ധനാവസ്ഥയായിരുന്നു. അപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നവരെ വിടിവിക്കുവാൻ കഴിയുന്ന ഈ വാള് ഇത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ യുദ്ധക്കളത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരേ ഒരു ആയുധം അത് ഈ വചനമെന്ന ഈ വാള, അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 6ാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 7ാമത്തെ കാര്യം, ഇത് തകർക്കുന്ന ചുറ്റികയാണ്. അപ്പോൾ നമുക്ക് നമ്മളിൽ വേണ്ടാത്തതിനെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ ഈ വചനത്തിന് കഴിയും. രൂപമില്ലാത്തതിനെയൊക്കെ രൂപപ്പെടുത്തുവാൻ ഈ വചനത്തിന് ചുറ്റിക എന്നതിൽ കഴിയും. 8ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അത് തേനിലും നല്ലതാണ്. ഈ ലോകത്തിൽ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തേൻ കുടിക്കുന്നത് എത്ര നല്ലതാണ്. അപ്പോൾ ആ തേനിലും ഇത് നല്ലതാണ്. എന്നിട്ട് 9ാമത്തെ കാര്യം, ഇത് പൊന്നിലും, ഇന്ന് നമുക്കറിയാം പൊന്നിന് ഭയങ്കര വിലയാണ്. എന്നാൽ അതിനേക്കാളും വിലയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കണം. എന്നിട്ട് 10ാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കണ്ണാടി. നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന രൂപത്തെ നമുക്ക് കാണിച്ചു തരുന്ന, ദൈവദൃഷ്ടിയിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തരുന്ന ഒരേ ഒരു ഇത് ദൈവവചനമാണ്. അപ്പോൾ ഈ 10 സാദൃശ്യങ്ങളാണ് നിങ്ങളോട് അല്പമായിട്ട് പറയാനായിട്ട് ഇന്നത്തെ ദിവസം കർത്താവിനെ ഏൽപ്പിച്ചത്. അത് നിങ്ങൾക്ക് അനുഗ്രഹകാരണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാനതിനെ ചെറിയൊരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് അരച്ച് അതിനെ കുറുക്കി അങ്ങ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് അതിനെ ഗൗരവമായിട്ട് എടുക്കണമേ. ഈ വചനവുമായിട്ട് നിങ്ങൾക്ക് ആഴമായൊരു ബന്ധമുണ്ടായിരിക്കട്ടെ. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഒരു ഏയാളിയായിട്ട് ജീവിക്കുവാൻ, ഒരു ഫലകരമായി ജീവിതം നയിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.